ദൈവനാമത്തിലെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അതിപരിശുദ്ധ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ 151 പ്രാർത്ഥനാ മീറ്റിംഗ് ആണല്ലോ ഇത്. നമുക്ക് ഇതുവരെയും കർത്താവ് അതിശയമായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ സഹായിച്ചു. ഇന്നത്തെ മീറ്റിംഗിലും ഇനിയും യാതൊരു തടസ്സവും ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനും സാത്താന്റെ എല്ലാ പ്രവർത്തനത്തിലും നമ്മെ വിടുവിക്കേണ്ടതിനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ താഴ്മയോടെ കൂടെ ഇരിക്കാം. സമയം പോയത് കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി അല്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്ന സിസ്റ്റർ മേരി അബ്രഹാമാണ്. 2 സോങ്സ് സിസ്റ്റർ ശാന്തമ്മ രാജു പാടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സിസ്റ്റർ ജിജി മോൾ റെനിയിൽ നിന്നും മെസ്സേജ് കേൾക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് സ്മോൾ ഗ്രൂപ്പ് തിരിഞ്ഞു പോവുകയാണ്. ക്ലോസിംഗ് പ്രയർ സിസ്റ്റർ ഷേർലി ബാവുക്കുട്ടി ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഓപ്പണിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ മേരി അബ്രഹാമിനെ ഞാൻ വിനീതമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സകല സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ദൈവമക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിപ്പാനൊക്കെയും വചനം കേൾപ്പാനും ഒക്കെയും തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സൂമിൽ കൂടി 180 മീറ്റിങ്ങുകൾ നടത്തുവാൻ തക്കവണ്ണം ഇതിന്റെ ഭാരവാഹികളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഇതിന്റെ ഭാഗഭാക്കുകളാകുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അനേകർക്ക് അവിടുന്ന് കൃപ ചെയ്തല്ലോ, അതിനായും സ്തോത്രം. കർത്താവേ, ഇന്ന് 151 മീറ്റിംഗ് നടക്കുകയാണല്ലോ. ഇത് ആദ്യോടന്തം അവിടുത്തെ അനുഗ്രഹങ്ങൾ പകരണമേ. അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ കർത്താവേ. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. ഈ മീറ്റിംഗ് യാതൊരു തടസ്സവും കൂടാതെ നടക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്യുന്ന സഹോദരി ഗ്രേസ് മേത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന കൃപകൾ നൽകണമേ. പാട്ടുകൾ പാടുന്ന ശാന്തമ്മ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പാടി സ്തുതിക്കുവാൻ മകൾക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും നൽകണമേ. മെസ്സേജ് നൽകുന്ന സിസ്റ്റർ ജിജി മോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വചനങ്ങൾ തരുവാൻ സഹോദരിയെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കർത്താവെ, നടക്കുന്ന പ്രാർത്ഥനാ സമയത്തെ അനുഗ്രഹിക്കണമേ. ഏകാഗ്ര ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ ഹിതപ്രകാരം പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിലെ ഒരു കലർന്നു കൊള്ളുവാനും സഹായിക്കണമേ. ഇന്ന് യാത്രയിലായിരിക്കുന്ന ഷീബ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ ഭവനത്തിൽ എത്തിച്ചേരുവാനും അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് മൂലം അനേകർ ഇനിയും തുടർന്നും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണേ. യൂട്യൂബിലൊക്കെ അനേകർ ഇത് കേൾപ്പാനും ദൈവജനം കേൾപ്പാനും അനുഗ്രഹിക്കപ്പെടുവാനും ഒക്കെയും അവിടുന്ന് കൂടുതൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളിരിക്കുന്ന സമയം കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒടുവിൽ കർത്താവെ, ക്ലോസിംഗ് പ്രയർ നടത്തുന്ന സഹോദരി ഷർലി ബാബുക്കുട്ടിയെയും ഓർക്കുന്നു. മകൾക്കും വേണ്ടുന്ന എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സിസ്റ്റർ മേരി അബ്രഹാമിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അടുത്ത് നമുക്ക് 2 പാട്ട് സിസ്റ്റർ ശാന്തമ്മ രാജുവിൽ നിന്നും കേൾക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവം സഹായിക്കട്ടെ. ജീവനേ ജീവനേ
നീ മാത്രമാ.
എന്നാശനീ മാത്രമാ എന്നീശുവേ എൻ ജീവനെ എന്നാശനീ മാത്രമാ എന്നാശനീ മാത്രമാ എന്നാശനീ മാത്രമാ ആമേൻ. ആമേൻ. അടുത്ത ഒരു പാട്ടോടെ പാടാം. പ്രാർത്ഥനയിൽ നൽനേരമേ ലോകചിന്തകളകറ്റി എന്നാഗ്രഹാവശ്യങ്ങളെ പിതാമുൻപിൽ ഏൽപ്പിക്കും നീ. ആപൽദുഃഖകാലങ്ങളിൽ ആശ്വാസം കണ്ടതും ആത്മാ വേദനയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. പ്രാർത്ഥനയിൽ നൽനേരമേ ലോകചിന്തകളകറ്റി എന്നാഗ്രഹാവശ്യങ്ങളെ പിതാമുൻപിൽ ഏൽപ്പിക്കും നീ. ആപൽദുഃഖകാലങ്ങളിൽ ആശ്വാസം കണ്ടതും ആത്മാ വേദനയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. പ്രാർത്ഥനയിൽ നൽനേരമേ കാത്തിരുന്ന ആത്മാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പേൻ മുൻപിൽ എത്തിക്കുമെന്നാഗ്രഹം നീ. തന്മുഖം തേടി വചനം വിശ്വസിപ്പാൻ തൻ ചുന്നതാൽ തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ. പ്രാർത്ഥനയിൽ നൽനേരമേ ലോകചിന്തകളകറ്റി എന്നാഗ്രഹാവശ്യങ്ങളെ പിതാമുൻപിൽ ഏൽപ്പിക്കും നീ. ആപൽദുഃഖകാലങ്ങളിൽ ആശ്വാസം കണ്ടതും ആത്മാ വേദനയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. താങ്ക് യു സിസ്റ്റർ ശാന്തമരാജു. നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ ശ്രവിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെയും കർത്താവിന് വേണ്ടി പാടി മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം കൂടുതൽ സാവകാശവും സൗകര്യം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത് നമുക്ക് മെസ്സേജിലോട്ട് കടക്കാനുള്ള സമയമാണ്. ദൈവവചന ശുശ്രൂഷയുടെ സമയമാണല്ലോ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ആലോചന ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കാൻ നമുക്ക് ദൈവസാന്നിധ്യ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാം. അതിനായിട്ട് സിസ്റ്റർ ജിജി മൊളേനിയെ ഞാൻ വിനീതമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ആന്റി, താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ സന്ധ്യയുടെ വേളയിൽ ഇവിടെ ഇങ്ങനെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്കറിയാം, 151 പ്രാർത്ഥന കൂടിവരിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 150 പ്രാർത്ഥന കൂടിവരവും അതുപോലെ പ്രാർത്ഥനയെ പറ്റിയുള്ള വിവിധ നിലയിലുള്ള മെസ്സേജുകൾ നമുക്ക് കേൾക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. നമുക്കറിയാം, സമയ വ്യത്യാസം, അതുപോലെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ഈ സന്നിധാനത്തിലായിരിക്കുന്നത്. അതിന്റെ മുഖ്യ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നാം ഓരോരുത്തരും പ്രാർത്ഥനയുടെ കരുത്ത് അനുഭവിച്ചറിഞ്ഞവരാണ്. പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിങ്ങനെ കൂടുവാൻ ദൈവം ഇടയാക്കി തീർന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നാം ഓരോരുത്തരും ഈ പ്രാർത്ഥന കൂടുകയും അനേക പ്രാർത്ഥനയെ പറ്റിയുള്ള അനേക മെസ്സേജുകൾ കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്ന തക്കതായ നിലയിലുള്ള മെസ്സേജുകൾ കേൾക്കാനും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തിയെടുക്കാൻ അനുയോജ്യമായ മെസ്സേജുകൾ കേൾക്കാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കി തീർത്ത്. ഇത്രത്തോളം ദൈവം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും കരുതിക്കൊണ്ടിരിക്കുന്ന ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു നല്ല ഒരു പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ള കർത്താവാണ്, നമ്മുടെ സ്നേഹമുള്ള കർത്താവാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നെങ്കിലും ദൈവം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയ എല്ലാ വൻകൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്ന ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. ദാനിയേൽ 6-ന്റെ 10-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഞാൻ ഇപ്പം തന്നെ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാവമാണ്. നമുക്കറിയാം, താൻ ഈ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്ത പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൂട്ടി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെയാണ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചതും എന്നെ വളരെയധികം സ്പർശിച്ചതുമായ വാക്കാണ് താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. അപ്പം പ്രാർത്ഥന എന്നൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേല്. ഇങ്ങനെ ഈ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പറയാമായിരുന്നു കേട്ട ഉടനെ പോയി പ്രാർത്ഥിച്ചു തന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാണ്? താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആണ് നമുക്ക് കാണാനുള്ള സാധിക്കും. അപ്പം ഈ 6-ാം അധ്യായം മുഴുവൻ നാം പഠിക്കുമ്പോൾ ദാനിയേലിനെ ഈ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം പ്രാരംഭ വാക്യം, അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. രാജ്യമൊക്കെ ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കാൻ ദാരിയവേശിന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. നമുക്കറിയാം, ദാനിയേൽ ഒരു ഉന്നത പദവിയിലായിരിക്കുന്ന ദാനിയേലിനാണ് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദാനിയേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് ദാനിയേൽ എവിടെയാണ്? വേറൊരു രാജ്യത്തിലാണ്. അവര് ക്യാപ്റ്റിവിറ്റി, അതല്ലെങ്കിൽ അവർ അടിമത്തത്തിൽ പിടിക്കപ്പെട്ടു പോയ ഒരു ബാബിലോണിലായിരുന്ന സമയത്ത് തന്റെ ജീവചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ദേശത്തല്ല, യഹൂദിയയിലല്ല, ബാബിലോണിലാണ്, വേറൊരു രാജ്യത്താണ് ഈ ദാനിയേൽ ആയിരിക്കുന്നത്. അവിടെയും താൻ എങ്ങനായിരുന്നു? 3 പേരിൽ ഒരാൾ ഈ ദാനിയേല് അധ്യക്ഷനായിരുന്നു. അപ്പോൾ ദാനിയേല് തുടർന്ന് 2-ാം വാക്യം മുന്നോട്ട് വായിക്കുമ്പോൾ രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ എത്ര നല്ലൊരു ഉന്നത പദവിയിലാണ് ഇവിടെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ പറ്റി നല്ലൊരു സാക്ഷ്യമാണ് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ സ്വഭാവ ഗുണങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു വേറൊരു സ്ഥലത്തായിരുന്നിട്ടും ദാനിയേൽ അടിമത്തത്തിലാണ്. ദാനിയേലിന് വേണേ അവിടെയുള്ള രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനായിരുന്നത് കൊണ്ട് താൻ അവരുടെ ആ രാജ്യത്തിന്റെയോ ആ നിയമത്തിന്റെ കീഴിൽ പോകാതെ സത്യദൈവത്തെ വിശ്വസ്തനായ അല്ലെങ്കിൽ
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്കൃഷ്ട മാനസനാണെന്ന് വെച്ചാൽ നല്ല മനസ്സും. നമുക്ക് 5-ാം അധ്യായത്തിൽ നമുക്ക് ദാനിയേലിന്റെ ഒരു ചരിത്രം കാണാനായിട്ട് സാധിക്കും. അവിടെ ദാനിയേൽ ഒരു സ്വപ്നം, അവിടെ ഒരു കൈയെഴുത്ത് പ്രവചിക്കും നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം 5-ന്റെ 12-ാം വാക്യത്തില് ദാനിയേലിനെ പറ്റി നല്ലൊരു സ്വഭാവ ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഉത്കൃഷ്ട മാനസനും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനിയും ഗൂഢാർത്ഥ വാക്യ പ്രകർശനവും സംശയചാതനം കണ്ടിരിക്കൽ രാജാവ് അവന് മന്ത്രവാദികൾക്ക് അഭിചാരകന്മാർക്ക് കൽദിയർക്കും ശുഭിനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. അപ്പോൾ ദാനിയേലിന്റെ ഒരു സ്വഭാവത്തെ ഇവിടെ കാണുന്നുണ്ട്. നല്ല മനസ്സുള്ളവനും അറിവും ബുദ്ധിയും ഉള്ള ഒരാളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് കഴിഞ്ഞ് അതിന്റെ 6-ന്റെ 4-ാം വാക്യം, അതിന്റെ അവസാന വാക്യം നമുക്ക് കാണാൻ അവൻ വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദാനിയേൽ വേറൊരു സ്ഥലത്തായിരുന്നിട്ടും ദാനിയേൽ ഇങ്ങനെ വലിയൊരു ഉന്നത പദവിയില്ല ദാനിയേൽ, പക്ഷെ ദാനിയേൽ നല്ലൊരു വിശ്വസ്തനായിരുന്നു. കാരണം താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ആദ്യം പ്രാരംഭമായി വായിച്ച വാക്യം കാണാൻ സാധിക്കും, താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. അപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൊണ്ട് തനിക്ക് ആ ഒരു ദേശത്തും നല്ലൊരു സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ നമുക്കറിയാം, അടിമത്തത്തിൽ നമ്മളിപ്പോ വേറൊരാളുടെ കീഴിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണേ അവരുടെ ഭരണാധികാരികൾക്കും നിയമത്തിനും നമ്മൾ വിധേയരാകാമായിരിക്കും. പക്ഷെ ദാനിയേൽ അങ്ങനെയല്ല. താൻ എവിടെയായിരുന്നോ അവിടെ ദൈവപൈതലായി ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല സാക്ഷ്യം പുലർത്തി ജീവിക്കാനായിട്ട് ദാനിയേലിന് സാധിച്ചു. അതിന് കാരണം താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ദാനിയേൽ അവിടെ നല്ലൊരു പദവിയിലായിരിക്കുമ്പോൾ ദാനിയേലിനെ കുറ്റക്കാരനാക്കണമെന്ന് അവിടെയുള്ളവർ തന്നോടുള്ളവർ തീരുമാനിച്ചു. അങ്ങനെ തന്നിൽ നിന്നും 4-ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും, ആകെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാര് രാജസമുദ്രത്തിൽ ദാനിയേലിന് വിരോധമായ കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ച, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത്ര നല്ലൊരു വിശ്വസ്തനായിട്ടാണ് ദാനിയേൽ അവിടെ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എങ്കിലും അവര് തന്നെ കുറ്റം ചുമത്താനായിട്ട് കണ്ടെത്തിയ ഒരു വഴി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന 5-ാം വാക്യത്തിൽ. 5-ാം വാക്യം വായിക്കാം. നാം ഇനിയും ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച അല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ആത്മീയ ജീവിതത്തെ ചൂഷണം ചെയ്യാനായിട്ട് അവർ തുടങ്ങി. വേറെ രീതിയിലും ദാനിയേലിനെ കുറ്റക്കാരനാണെന്ന് കാണാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൊണ്ട് താൻ ഏത് സ്ഥാനത്തായിരുന്നോ, അധ്യക്ഷനായിരുന്നു, സർവ്വരാജ്യത്തിനും അധികാരിയാകുവാൻ ആ പദവിയിലെല്ലാം താൻ വിശ്വസ്തത പുലർത്തി തന്റെ ജോലിയിൽ താൻ വിശ്വസ്തനായിരുന്നു. അപ്പം ദാനിയേലിന്റെ മേൽ അവർക്കൊരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ കാരണം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ടാണ് ദാനിയേൽ ഇങ്ങനെ ഒരു വിശ്വസ്ത ജീവിതം നയിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെയുള്ളവർക്ക് ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താൻ ഒരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ നേരെ തിരിഞ്ഞിരിക്കുവാണ് തന്റെ ആത്മീയ ജീവിതത്തിലേക്ക്. എന്തെങ്കിലും കുറ്റം അവിടത്തെ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു ആത്മീയത ജീവിതം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോണം, ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. ലളിതമായി പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥന, അവന്റെ നടപ്പ്, അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്തീയ ഒരു വഴി വിട്ട് അല്ലാതെ നമുക്ക് ദാനിയേലിന് ഒരു കുറ്റവും കാണുവാനായിട്ട് പറ്റില്ല. എന്നിട്ട് അവിടെയുള്ള അധ്യക്ഷന്മാരും ദേശത്തിലെ പ്രധാനാധിപതിമാരൊക്കെ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രാജാവ് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഈ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിപ്പാൻ, മനുഷ്യരോടോ ദേവന്മാരോടോ ഒന്നും പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ അപേക്ഷിക്കാതെ ഈ രാജാവിനെ മാത്രം സേവിക്കണമെന്നുള്ള ഒരു നിയമം അവരവിടെ കൊണ്ടുവരുവേണം. അപ്പം നോക്കിക്കണം പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ കുറ്റക്കാരനാക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാണ് അവര്. എന്നിട്ട് അവിടെയുള്ള രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവിനോട് പറയുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ, മേദ്യരുടെയും പാർസ്യരുടെയും ഒക്കെ ആ ഒരു തീരുമാനം നമുക്കുണ്ടല്ലോ, അങ്ങനെ ലംഘിച്ചാൽ അവരെ നമുക്ക് സിംഹക്കുഴിയിലിടണം. ഇങ്ങനെയുള്ള ഒരു രേഖയാണ് അവിടെ പ്രദർശിപ്പിച്ചത്. അതാണ് നമ്മൾ പ്രാരംഭമായിട്ട് വായിച്ചത്. 10-ാം വാക്യത്തില് ആ രേഖ അതാണ്. ഇവിടെ രാജാവ് അവിടെയുള്ള ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു രേഖ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഈ രേഖ എഴുതിയിരിക്കുന്ന കേട്ടപ്പോഴാണ് ദാനിയേൽ ഓടിച്ചെന്ന് മാളിക മുറിയിലേക്ക് താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ദാനിയേലിനെ അവിടെയുള്ളവര് വീക്ഷിച്ച് ദാനിയേൽ എന്താണ് ചെയ്യുക, അവർക്കറിയാം ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് അവിടെയുള്ളവർക്ക് അറിയാം. എങ്കിലും അവര് ദാനിയേലിന്റെ രഹസ്യ ജീവിതത്തെ അന്വേഷിക്കാനായി ദാനിയേലിന്റെ പുറകെ പോയെന്ന് വേണം പറയാം.
അതിന്റെ 12-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ അവർ രാജധാനിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിന് രാജാവ്, മേദ്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. അങ്ങനെ അവർ രാജസന്നിധിയിൽ രാജാവ് യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതി വെച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ 3 ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. അപ്പോൾ അവർ രഹസ്യമായി ദാനിയേലിനെ അവര് വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞ കൽപ്പനകളൊന്നും ദാനിയേല് അനുസരിച്ചില്ല. താൻ എന്താണ് ചെയ്തത് അത് തന്നെ താൻ ചെയ്തു. ദിവസവും 3 പ്രാവശ്യം ദാനിയേലിന്റെ ദൈവത്തോട് ദാനിയേല് പ്രാർത്ഥിച്ചു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കൽപ്പനയോ ആ രേഖയോ ഒന്നും ദാനിയേൽ അനുസരിച്ചില്ല. അതിനുള്ള കാരണം ദാനിയേൽ യഥാർത്ഥമായിട്ട് ഒരു ദൈവ പൈതലായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിരുന്നു. 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ കണ്ടപോലെ വിശ്വസ്തനായിരുന്നു, അതുപോലെ ഉത്കൃഷ്ട മാനസനായിരുന്നു, അറിവും ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ഒരു പൈതലായിരുന്നു. വേണമെങ്കിൽ ദാനിയേലിനെ പേടിച്ച് വേണേൽ ചെയ്യാമായിരുന്നു, ആരും കാണത്തില്ലല്ലോ, വേണേൽ ചെയ്യാമായിരുന്നു. പക്ഷെ ദാനിയേലിന് അറിയാം, എല്ലാം അറിയുന്ന ഒരാളല്ലേ, പരത്തും എല്ലായിടത്തും ദൈവമുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ള ആ ബോധ്യം ദാനിയേലിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ എന്ത് ചെയ്തു? താൻ ചെയ്തു വന്നതുപോലെ തന്നെ തന്റെ സത്യദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അപേക്ഷ കഴിച്ചു. അത് അവിടെയുള്ളവർ കണ്ട് അവര് ദാനിയേലിനെ രാജാവിനെ അറിയിക്കുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യം, രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. അപ്പൊ രാജാവിന് അറിയാം ദാനിയേലിനെ പറ്റി, ദാനിയേൽ ചെയ്ത കാര്യങ്ങൾ, സത്യദൈവത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്ത് രാജാവിന് അറിയാമായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോ രാജാവ് വ്യസനിച്ചെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്റെ തുടർന്നുള്ള വാക്യം വായിക്കും, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു എന്നാണ്. ദാനിയേലിനെ ഈ സിംഹത്തിന്റെ കുഴിയിൽ ഇടാതിരിക്കാൻ വേണ്ടി ഈ രാജാവ് ഒത്തിരി പ്രയത്നിച്ചു. പക്ഷെ അവിടെ ഉള്ളവർ അടങ്ങിയിരിക്കുവോ? അവർക്ക് ദാനിയേലിനെ കുറ്റക്കാരനാക്കണം, ദാനിയേലിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കണം. രാജാവ് മനസ്സോടെ, നമുക്ക് പറയാം, മനസ്സോടെ ആൾക്കാരുടെ വാക്കുകൾ കേട്ട് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് ഒരുങ്ങി. ഇപ്പൊ നമുക്ക് സങ്കീർത്തനം 56-ന്റെ 11 നമുക്ക് കാണാൻ അറിയാം. സങ്കീർത്തനം 11-ന്റെ 56 ഒരു വാക്യമുണ്ട്, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനും കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. ആ ആശ്രയിക്കുന്ന ദൈവം ആരാണ്? നമ്മുടെ സ്നേഹവാന ദൈവം, നമ്മുടെ കർത്താവ്. എത്ര അത്ഭുതം ചെയ്യുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, കരുതുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ ഈ മനുഷ്യർക്ക് നമ്മോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ഈ അധ്യായം പഠിക്കാൻ നമുക്കറിയാം, മനുഷ്യൻ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നാം വിശ്വസ്തരാണോ? നാം സത്യസന്ധരാണോ? ഈ ദൈവസേനയിൽ നമ്മൾ സത്യസന്ധരാണോ? ഈ മനുഷ്യർക്ക് നമ്മോട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ഉപമയിൽ നമ്മൾ പറയുന്ന പോലെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, കർത്താവ് നമ്മൾ അധികത്തിൽ വിചാരകനായിരിക്കുക. അപ്പോൾ ദാനിയേൽ ഇവിടെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന വലിയ അനുഗ്രഹങ്ങൾ, അധികത്തിൽ വിചാരകൻ, അല്ലെങ്കിൽ താൻ ദൈവവഴി വിട്ടുപോയി. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മാനുഷികമായിട്ട് നാം നോക്കും, പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ നമ്മളും ചിലപ്പോൾ പതറിപ്പോകാം. പക്ഷെ നമുക്ക് ഒന്നും ഓർക്കണം, മനുഷ്യനൊന്നും നമ്മളോട് ചെയ്യാനായിട്ട് കഴിയില്ല, നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിലുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുള്ള അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുരുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമുക്കറിയാം, നീതിമാന് കുലുക്കം വരും, ഭാരം വരും. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ഭാരം ആരുടെ മേൽ വെക്കുക? യഹോവയുടെ മേൽ വെക്കുക, അവൻ നിന്നെ പുലർത്തും. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത്, കുലുങ്ങി പോകാൻ ഒരു നാളും കുലുങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പിശാച് നമ്മളെ കുലുക്കുക, നമ്മൾ തളർന്നു പോകുമോ? അതുകൊണ്ട് നമ്മുടെ ഭാരം നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് അവിടെ ആശ്രയിക്കുമോ? നമ്മൾ ഓരോ ദിവസവും നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. പല നിലത്തെ, സാമ്പത്തികമാകട്ടെ, നമ്മൾ നിൽക്കുന്ന പൊസിഷനുകളിലായിരിക്കാം, ഏത് നിലയിലാണ് നമുക്കറിയത്തില്ല. നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കുക. അലറുന്ന സിംഹം പോലെയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. നമ്മളപ്പോൾ ഈ ദാനിയേലിനെ പോലെ വിശ്വസ്തനായിരിക്കുക, പ്രാർത്ഥിക്കുക, ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ.
ദാനിയേൽ ഇതൊക്കെ വന്നപ്പോഴും ഒരു കുലുക്കവും ഇല്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ദാനിയേൽ ഈ ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ രാജാവ് നമ്മള് പറഞ്ഞിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന ദാനിയേലിന്റെ ചരിത്രത്തിൽ നമ്മൾ വരുമ്പോഴേക്ക് മനസ്സോടെ രാജാവ് തന്റെ ആ ആൾക്കാരുടെ ആ നിർദ്ദേശപ്രകാരം രാജാവിനെ ദാനിയേൽ വായിക്കാൻ സാധിക്കുന്നു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞ് രാജാവ് ദാനിയേലിനോട് സംസാരിച്ചത് എന്താണെന്നറിയാമോ? നീ ഇടപെടാതെ സേവിച്ചു വരും നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. ആ രാജാവിന് പോലും അറിയാം ആ ദൈവം ദാനിയേലിനെ രക്ഷിക്കുമെന്ന്. അപ്പോ ഇവിടെ നമ്മൾ വായിച്ചിട്ട് 56 സങ്കീർത്തനം, മനുഷ്യൻ നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും മനുഷ്യൻ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. രാജാവ് പറയാ നീ ഇടപെടാതെ സേവിച്ചു വരും നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ രാജാവ് മനസ്സോടെ അവിടെ ആൾക്കാരുടെ പ്രേരണ മുഖാന്തരം ദാനിയേലിനെ ആ സിംഹക്കുഴിയിലിട്ട്. പക്ഷെ ദാനിയേല് സിംഹത്തിന്റെ കുഴിയിലായിരുന്നു. പക്ഷെ രാജാവ് എന്താണ്, തന്റെ അരമനയിൽ പോയിട്ട് താൻ ഉറക്കമില്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളും വെടി വായിക്കുന്നുണ്ട്. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധി വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. അപ്പൊ രാജാവിന് ഉറക്കക്കേട് വന്നു, സുഖസൗകര്യങ്ങൾ കളഞ്ഞു. പക്ഷെ ദാനിയേലോ സിംഹക്കുഴി സുഖകരമായി കിടന്നുറങ്ങുവാനായിട്ട് സാധിച്ചു. മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നാം ആണെങ്കിൽ മനുഷ്യർക്ക് നമ്മളോട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. പിറ്റേ ദിവസം രാവിലെ രാജാവ് ദുഃഖത്തോട് പോയി ദാനിയേലിനെ വിളിക്കുക. 20-ാമത്തെ വാക്യം 19. അധികാലത്ത് രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട സിംഹങ്ങളുടെ സിംഹ ഗുഹയുടെ അരികെ ചെന്ന് ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ച് രാജാവ് ദാനിയേലിനോട് സംസാരിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വന്നിട്ട് ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണല്ലേ. ദാനിയേൽ പറയാ രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ദാനിയേലിന് അറിയാം മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഏതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവം അവരോട് കൂടെ ഇരിക്കും. മനുഷ്യർക്ക് നമ്മളോടൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നാം ഓരോരുത്തരോട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നിരിക്കുക. പല സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പല വിഷയങ്ങളിലൂടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായാലും നാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു അതിന് നമ്മൾ മറുപടി ലഭിക്കും. നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ പ്രയർ റിക്വസ്റ്റ് ഇടും. 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് കാണാം, അതിന് വിടുതൽ ലഭിച്ചു, അല്ലെങ്കിൽ അതിന് ഇച്ചിരി വ്യത്യാസങ്ങൾ വന്നു. അപ്പൊ നമുക്കറിയാം നാം പ്രാർത്ഥിക്കും, ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നതിന്റെ ആൻസറുകളും നന്മകളും അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദാനിയേലിനെ ദൈവം പിടിപ്പിച്ചു. പിന്നെ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് കൽപ്പിച്ചവരെ ആ ഗുഹയിലിട്ട് അവര് നശിച്ചു പോകുന്നതും. പിന്നെ അതിന്റെ 25-26 വാക്യം രാജാവ് എഴുതുകയാണ്, നിങ്ങൾക്ക് ശുഭം വരട്ടെ, എന്റെ രാജത്വത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്ക് നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്ത അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാവും. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം മുഖാന്തരം ദൈവനാമം ഇവിടെ മഹിമപ്പെടുകയാണ്. നാം എപ്പോഴും കൂടുമ്പോൾ നാം ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമാണ്, ഈ മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടണമെന്നാണ്. യഥാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശ്വസ്തനായ ദാനിയേൽ. ആ ദാനിയേലിന്റെ പ്രാർത്ഥന ജീവിതം അല്ലെങ്കിൽ തന്റെ ക്രിസ്ത്യ ജീവിതം മുഖാന്തരം ആ ദേശത്ത് ദൈവത്തിന്റെ നാമം മഹിമപ്പെടെ. ആ രാജാവ് എഴുതുവാണ്, അവൻ ജീവനുള്ള ദൈവം എന്നേക്ക് നിലനിൽക്കുന്നവനും അവന്റെ ദൈവത്തിന്റെ നാമം ഒരിക്കലും നശിച്ചു പോകാത്തതുമാണ്. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ് നമുക്ക് ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കാനായിട്ട്. ദാനിയേലിന്റെ ജീവിതം, ദാനിയേൽ എന്നും പ്രാർത്ഥിക്കുന്നവനാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവനാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാം ഒരു പരിശോധിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്ന്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.